ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് കേട്ടോ. വേറെ എവിടെയല്ല. എനിക്ക് നന്ദനയ്ക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൈകൊട്ടിക്കളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പ്രാക്ടീസിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ ആയിട്ടൊരു ചെറിയ കാവിൻ്റെ അടുത്തോട്ടോ ഗ്രൗണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ പ്രാക്ടീസ്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ആ കാവിൻ്റെ അപ്പുറം ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കശുവണ്ടി തല്ലുന്നവരുടെ സ്ഥലത്തോട്ടൊന്ന് പോയി അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിച്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എൻ്റെ പുറകെ കാണുന്നതാണ് റോക്കി ബൈ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ പോകുന്ന വഴി കുറേ വയലൊക്കെ കറങ്ങി വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ എനിക്ക് ഈ വയലിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ വയൽ കഴിഞ്ഞിട്ട് ഇനി റോഡാണ്. ഇനി റോഡ് കിടന്നിട്ട് ചെറിയ ചെറിയ വഴികളാണ്. അങ്ങനെയൊക്കെ വേണം സഞ്ചരിച്ച് നമുക്ക് ഞങ്ങളെ വീട്ടിലോട്ട് എത്താനായിട്ട്. അങ്ങനെ ഞാനും നന്ദനയും അമ്മയും കൂടി നടത്തലങ്ങ് തുടങ്ങി. അങ്ങനെ കുറച്ച് തോനെയും ദൂരമുണ്ട് കേട്ടോ നടക്കാനായിട്ടേ. അപ്പോൾ കുറച്ച് തോനെയും ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒടുവിൽ ഞാനും നന്ദനയും അമ്മയും നടന്നു കൊണ്ട് ഇരിക്കുകയാണ്. നന്ദനയ്ക്കാണെങ്കിൽ ക്ഷീണിക്കുകയാണെന്ന് കേട്ടോ പറയുന്നത്. അവളെ കൈയും കാലൊക്കെ അങ്ങ് വേദന എടുക്കുന്നെന്ന്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മൾ പിന്നെയും പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവിടെ നിന്നും പിന്നെ ഞങ്ങൾ അടുത്ത പാട്ടൊക്കെ സ്റ്റെപ്പ് ഇട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നന്ദനയാണെങ്കിൽ കോലുകളിയെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ അമ്മയെ വന്ന് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ഉണ്ടേന്നൊക്കെ. അങ്ങനെ കോല് വെച്ച് 2 അടിയൊക്കെ നന്ദനയെ അടിച്ച് തിരിച്ച് ഞങ്ങളാണെങ്കിൽ അമ്മാമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെയാണെങ്കിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്, പൂച്ച സാർ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ തിരിച്ച് കടയിലോട്ടും കൂടി ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് കടയിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു കടയാണ്. ഈ ഒരു സാധനം നിങ്ങൾക്കറിയാമോ? നമ്മൾ കൈക്കകത്ത് വെച്ച് ഇങ്ങനെ ഞെക്കുമ്പോൾ അത് നല്ല ചുവപ്പ് കളറിൽ വരും. എനിക്ക് ഇതിൻ്റെ മണം ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനും അമ്മയും പോയി, നന്ദനയും കൂടി പോയി. ഇത് വേറൊരു ദിവസം പിന്നെയും അടുത്ത പാട്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇത് സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ വീടാട്ടോ. അങ്ങനെ ആ വീടിൻ്റെ താഴെയാണെങ്കിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും നന്ദനയും കൂടി പോയിട്ട് ഊഞ്ഞാൽ ആടി. ആ അടുത്ത് നിൽക്കുന്നത് ഞങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരിയെ കിട്ടിയതാണ് കേട്ടോ. അവളെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാനും നന്ദനയും, പിന്നെ അവിടെ നല്ല തണലുണ്ട് കേട്ടോ. അങ്ങനെ മാറി ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ കിടന്ന് ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ആൻഡ് സീ യു.